MG മോട്ടോഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വാക്കെന്ന് പറയുന്നത് ഒരു ചൈന ബ്രാൻഡ് എന്നുള്ളതായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ MG ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. MG മോട്ടോഴ്സിൻ്റെ വളരെ ക്യൂട്ടായിട്ടും സ്റ്റൈലിഷായിട്ടും വളരെ പർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് MG കോമറ്റ്. വെൽക്കം ടു ടർബോ ഡ്രൈവ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ പ്രകാരം ചൈന ഓണർഷിപ്പ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഓൺ ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ മേജർ ഷെയർസ് ഹോൾഡ് ചെയ്യണം എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അതിനാൽ തന്നെ JSW എന്നുള്ള ആ ഒരു ബ്രാൻഡ്, നമുക്കറിയാം സ്റ്റീലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് JSW ആണ് ഇപ്പോൾ ഇന്ത്യയിലെ MGയുടെ ഓപ്പറേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ MG ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും MG ഈ ഒരു സെയിം ഡിസൈനുള്ള വാഹനം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് MG കോമറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നത്. ഒരു പ്രോപ്പർ സിറ്റി കാറായിട്ടാണ് MG ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ആ ഒരു ജോലി വളരെ മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു 2 ഡോറായിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവരും വളരെ പെട്ടെന്ന് ഒന്ന് നോക്കും ഇതെന്താണ്, ഇത് എന്ത് ടൈപ്പ് വാഹനമാണെന്നുള്ള രീതിയിൽ നോക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ കറക്റ്റ് ആ ഒരു സ്റ്റൈല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒറ്റ ഡോറേ വരുന്നുള്ളൂ, അതായത് സിംഗിൾ ഡോറാണ്. അകത്തേക്ക് കയറാനും ഇറങ്ങാനും ഈ ഒരു ഡോർ മാത്രമേ ഉള്ളൂ. നല്ല വീതിയുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോറിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടൊരു വാഹനമാണ്. 47 ചെക്ക് പോയിൻറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ സേഫ്റ്റി സൈഡ് എൻഷുർ ചെയ്തിട്ടുണ്ടെന്നാണ് MG ഇന്ത്യ അവകാശപ്പെടുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു വീലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ചെറിയ വീല് ഈ ഒരു വാഹനത്തിന് ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് കംഫർട്ട് ഈ ചെറിയ വീല് വെച്ചിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ ലൈൻ കുറച്ച് താഴ്ന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നോർമലി നമ്മൾ വാഹനങ്ങൾ കണ്ടിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്നും തുടങ്ങിയിട്ടുള്ള ഈ ഒരു ലൈനിൽ കണക്ട് ചെയ്ത രീതിയിലാണ് ബാക്കിലെ ആ ഒരു വിൻഡോയും വരുന്നത്. എന്നാൽ ഇത് ഇച്ചിരി താത്തു കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും നല്ലൊരു നൈസ് ടച്ചാണ്. ഒരു നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന രീതിയിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനെ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബാക്കിലെ ഒരു മിററാണ് ഈ ഒരു MG കോമറ്റിലും വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണാണ് ഈ ഒരു MG കോമറ്റിൽ MG അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സൈഡ് വ്യൂവോ ബാക്ക് വ്യൂവോ ഇൻറ്റീരിയറിലെ വ്യൂവോ എല്ലാം നോക്കുകയാണെങ്കിലും ആ ഒരു ക്യൂട്ട് ഡിസൈൻ എലമെൻറ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുൻഭാഗത്ത് ഈ ഹെഡ്ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇതൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. ഇതിൽ ക്രോമിൻ്റെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് രാത്രി യാത്രകളിൽ നല്ല ത്രോയും നല്ല വിസിബിലിറ്റിയും തരുന്ന ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു 2 സൈഡ് കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ടൊരു DRL കൊടുത്തിട്ടുണ്ട്. അതും LED DRLs ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ബ്ലൂ എലമെൻറ്റ് കാണാൻ കഴിയും, ഇലക്ട്രിക് ആണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു MGയുടെ ലോഗോയ്ക്കും ആ ഒരു LED എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന എല്ലാ ലൈറ്റ് എലമെൻറ്റ്സും LED ആണെന്നുള്ളതാണ്. ഈവൻ ഹെഡ്ലാമ്പ് ആയിക്കോട്ടെ, DRL ആയിക്കോട്ടെ, പിൻഭാഗത്തെ ടെയിൽ ലാംപ്സ് ആയിക്കോട്ടെ, അകത്തെ ലൈറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം LED യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം, നല്ലൊരു ലൈറ്റ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു LED ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പാറ്റേണും കാണാൻ കഴിയും. പിൻഭാഗത്തെ ടെയിൽ ലാമ്പ് ഡിസൈന് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഹെഡ് ലാമ്പിനോട് സാമ്യപ്പെടുത്തുന്ന രീതിയിലാണ്. രണ്ടും ഒരു ഏകദേശം സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തെ ടെയിൽ ലാമ്പ് യൂണിറ്റും ആ ഒരു മുന്നിൽ കണ്ട DRLനോട് സാമ്യം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു LED സ്ട്രിപ്പും കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് MGയുടെ ലോഗോ കാണാം, കോമറ്റിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. ആൻഡ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് MG ഇന്ത്യയിൽ വന്നപ്പോൾ തൊട്ട് അവരൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ളത്. സോ അതും ഈ ഒരു സൈഡിൽ ബാഡ്ജിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും റിഫ്ലക്റ്റേഴ്സും നമുക്ക് കാണാൻ കഴിയും. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതൊരു സിറ്റി പർപ്പസ്, ഒരു അർബൻ പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. 2 ചെറിയ ബാഗ് വെക്കാം. ഇതിപ്പം ചാർജിങ് കിറ്റ് വരുന്ന ഒരു ബാഗാണ്. ഇത്രയും 2 ബാഗ് ഇവിടെ സ്റ്റോറേജ് ചെയ്യാം. കൂടാതെ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനം 10 ലക്ഷത്തിന് താഴെയാണ് MG പ്ലേസ് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷത്തിന് താഴെ നമ്മൾ കണ്ടിരിക്കുന്ന മറ്റു ബ്രാൻഡിൻ്റെ വാഹനങ്ങളിൽ കണ്ടിരിക്കുന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ല ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ നല്ല പ്രീമിയം ഫീൽ തരുന്ന, പ്രീമിയം ക്വാളിറ്റി തരുന്ന എലമെൻസും മെറ്റീരിയലുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും ടച്ച് ചെയ്യുമ്പോൾ പോലും ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുമ്പിലെ 2 സീറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് കയറാനായിട്ട് സാധിക്കും. 1 ടച്ചായിട്ട് ലിവർ ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീറ്റ് ഈ ഒരു രീതിയിലേക്ക് മാറും. കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടില്ല. വലിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസുമാണ് ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ആൻഡ് 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം. ഒരു ഷോർട്ട് ജേർണിയിലൊക്കെ, വളരെ ലോങ് ജേർണിയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അണ്ടർ ദ സപ്പോർട്ട് വളരെ കുറവാണ്.
ലെഗ് റൂമും ഹെഡ് റൂമും ഉണ്ട്, കുഴപ്പമില്ല. ഈ ഒരു സീറ്റ് നമുക്ക് ഇതനുസരിച്ച് മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സിറ്റി റണ്ണിൽ 4 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടായിട്ട് പോയിന്റ് A to B സിറ്റി റണ്ണിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. പ്രോപ്പറായിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് ബെൽറ്റ്സിനെല്ലാം നമുക്ക് വാണിങ്ങും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പിൻഭാഗം അത്ര വലിയ തരക്കേടില്ല, എങ്കിലും ലോങ് ജേണിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് ഈ ഒരു വാഹനത്തിനുള്ളിലേക്ക് കയറാമെന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. അതിന് കാരണം നടുവിൽ സെൻട്രൽ ടണലില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഇരിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഫ്ലോർ ക്രമീകരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇതൊരു EV ആണ്. കൂടാതെ സീറ്റുകളൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു ലൈറ്റ് കളറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെളിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ നമുക്ക് ഇവിടെയാണ് ഈ ഒരു ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച് വരുന്നത്. അതെല്ലാം ആ ഒരു പ്രീമിയം ടച്ച്, ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയാണ്. സോ 2 വിൻഡോസ് ആണ്. അതിൻ്റെ ബട്ടൺസ് എല്ലാം ഈ ഒരു ഇവിടെയാണ് വരുന്നത്. വിൻഡോസ് ഓപ്പൺ ചെയ്യാനുള്ളത് ഈ ഒരു വിൻഡോ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വിൻഡോ ആണ് വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പണ്ട് ഐപോഡ്സിലൊക്കെ കണ്ടിട്ടുള്ള ബട്ടൺസ് ആണ് ഈ സ്റ്റിയറിംഗ് വീൽസിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് തരുന്ന ബട്ടൺസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലെതറിൻ്റെ ആ ഒരു ഇൻസെർട്ടൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ കവറിൽ കാണാനായിട്ട് സാധിക്കും. ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല ആ ഒരു ഫീല് തരുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹോൺ വരുന്നത്. ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് ഉള്ളത് ഈ ഹോണിൻ്റെ യൂണിറ്റ് ഇവിടെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗത്ത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോൺ അടിക്കുമ്പോൾ കൂടുതൽ സൗണ്ടും അകത്തേക്കാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൂടാതെ ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്. അത് USB ചാർജിങ് പോർട്ട്, 12 വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹുക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ LED ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഈ ഒരു ഡിസ്പ്ലേയോ കാര്യങ്ങളൊന്നും നമ്മൾ മറ്റു വാഹനങ്ങളിൽ കണ്ടിട്ടില്ല. ഈ ഒരു വാഹനത്തിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ലഭിക്കുന്നില്ല. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത്. കീയും കൊണ്ട് നമ്മൾ വാഹനത്തിനുള്ളിലേക്ക് കയറി 2 പ്രാവശ്യം ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അതുപോലെ തന്നെ ഇൻ കേസ് നമുക്കിപ്പോൾ വാഹനം ഓഫ് ആക്കണമെങ്കിൽ ന്യൂട്രൽ ഇടുക, വാഹനത്തിന് പുറത്തേക്ക് പോവുക, വാഹനം ലോക്ക് ആക്കുക. അതാണ് ഈ ഒരു വാഹനത്തിനെ ഓഫ് ചെയ്യാനായിട്ടുള്ള വേറൊരു മാർഗ്ഗം. ഇൻ കേസ് വാഹനത്തിനുള്ളിൽ നിന്ന് വാഹനം ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട് ഈ ഒരു അടിഭാഗത്തായിട്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവും. AC വെൻസിൻ്റെ പാനൽസിലൊക്കെയും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ബട്ടൻ്റെ ആ ഒരു ക്ലിക്ക് സൗണ്ട് എന്ന് പറയുന്നതും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇക്കോ, സിറ്റി, കംഫർട്ട് 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. വളരെ വീതിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡോറാണ്. വളരെ വൈഡായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്താൽ ഇത്രയധികം സ്പേസ് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഉണ്ടാവും. ഇതിലും നല്ല രീതിയിലാണ് ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു വാഹനത്തിന് 2 ഡോറേ കൊടുത്തിട്ടുള്ളൂ. ആ 2 ഡോറിൽ എങ്ങനെയൊക്കെ സ്പേസ് മാനേജ് ചെയ്യാമെന്ന് MG വളരെ രീതിയിൽ ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാം, മറ്റ് നമ്മുടെ ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ പ്ലസ് ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ഫിറ്റായിട്ട് മൊബൈൽ ഇതിനകത്ത് ഇരുന്നോളും. ഇവിടെയും കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെതർ എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നതും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഭാഗമെല്ലാം ഒരു പ്ലാസ്റ്റിക് എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന നോബിൽ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്പീക്കർ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു വാഹനം ചെറിയൊരു വാഹനമാണ്. ഇതിൽ 2-3 സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ അതൊരു പെർഫോം ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. MG കോമറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2024 അവർ പുതിയ 2-3 വേരിയൻറ്റ്സ് അവതരിപ്പിച്ചു. അതിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ്. അത് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് നല്ലൊരു ഫീച്ചറാണ്, നല്ലൊരു അഡീഷണൽ ഫീച്ചറാണ്. ബിക്കോസ് ഈ ഒരു വാഹനം 0 to 100 എടുക്കാനായിട്ട് 100 ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 7 to 8 hours ആണ് എടുക്കുന്നത്. എന്നാൽ ഫാസ്റ്റ് ചാർജിങ് വന്നപ്പോൾ, അതായത് DC ചാർജിങ് വരില്ല, AC ചാർജിങ് മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു ടൈം കുറച്ചുകൂടി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. 17 കിലോവാട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഒറ്റ ചാർജ് 230 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു 180 to 200 കിട്ടുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് റിയൽ ലൈഫിലെ ആ ഒരു ഫിഗറാണ് പറയുന്നത്. ബിക്കോസ് ഈ ഒരു വാഹനം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അത്രയും റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ അധികം ഓട്ടമില്ലാത്ത ആൾക്കാർക്ക്
2 ഒരിക്കലൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ തന്നെ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂട്ട് സുഖമായിട്ട് ഇത് വാഹനം സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് MG ഇത് ക്ലെയിം ചെയ്യുന്നത് 1000 കിലോമീറ്റർ ഓടാനായിട്ട് 520 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ എന്നുള്ളതാണ് MG ക്ലെയിം ചെയ്യുന്നത്. സോ ഈ ഒരു വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 6.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. സോ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു സെക്കൻഡറി വാഹനമായിട്ട് ഒരു സിറ്റി ലൈഫിൽ ഓഫീസ് യാത്രകൾ, ചെറിയ സിറ്റി യാത്രകൾ, നമ്മുടെ ഗ്രോസറി പർച്ചേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും വരുന്നത്. 3 മീറ്ററിൽ താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നീളം വരുന്നത്. 2 മീറ്ററിൽ താഴെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. 4.2 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വളരെ ചെറിയ ഒരു സ്പേസിൽ പോലും നമുക്ക് ടേൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. വളരെ ചെറിയ സ്പേസ് മതി ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ട്. അതായത് സിറ്റി റണ്ണിൽ എന്തുകൊണ്ടും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു MGയുടെ കോമറ്റ് എന്ന് പറയുന്നത്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ഫ്രണ്ട് ബാഗ് നമുക്ക് ഡിസ്ക് ബ്രേക്കിൽ വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട്. ഈ ഒരു വിൻഡോസ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇലക്ട്രിക്കലി. 8 വർഷം, അതായത് ബാറ്ററിക്ക് 8 വർഷവും 1,20,000 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന വാറണ്ടി എന്ന് പറയുന്നത്. കൂടാതെ 3 ഇയേഴ്സിന് റോഡ് സൈഡ് അസിസ്റ്റൻസും അതുപോലെ തന്നെ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 1 lakh കിലോമീറ്ററാണ് വാഹനത്തിന് തരുന്ന വാറണ്ടി എന്ന് പറയുന്നത്. 42 PS പവറും 110 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടോർ കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ MG കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്കോസ് സിറ്റി സ്പോർട്ട് 3 ഡ്രൈവ് മോഡുകൾ വരുന്നത്. ഈ ഡ്രൈവ് മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 മോഡ് ഇട്ടാലും ഒറ്റ റേഞ്ച് മാത്രമേ ഈ ഒരു വാഹനത്തിൽ, അതായത് 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു 3 മോഡിലും 100 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു കൺസെപ്ഷൻ അനുസരിച്ച് റേഞ്ചിൽ വേരിയേഷൻ വരാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് വളരെ ഹസിൽ ഫ്രീ ആയിട്ട് 1 പെഡൽ ഡ്രൈവിംഗ് ആണ്. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ബ്രേക്കും അതുപോലെ തന്നെ റീജനറേഷനും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് MG കോമറ്റിൻ്റെ ആ ഒരു ബാറ്ററി ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് കംഫർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മികച്ച ഒരു സസ്പെൻഷനാണ്. അതായത് 50-50 എന്ന് വേണമെങ്കിൽ പറയാം. 12 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ആ വീലിന് മാച്ച് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ സസ്പെൻഷൻ്റെ ജോലി കൃത്യമായിട്ട് ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. അത് ചെറിയ കുഴികളൊന്നും വീണാൽ അധികം ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നില്ല. എന്നാൽ വലിയ കുഴികളിലൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല രീതിയിൽ ആ ഒരു ഇമ്പാക്റ്റ് അറിയുന്നുണ്ട്. അത് വീല് ചെറുതാവുമ്പോൾ അതിനനുസരിച്ച് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് കുറച്ചുകൂടി കോൺഫിഡൻസ് വരുന്നുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു 1 ഫിംഗർ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് വാഹനത്തിനെ സംബന്ധിച്ച് പ്രൊപ്പോർഷൻ അനുസരിച്ച് വളരെ മികച്ച രീതിയിലുള്ള ഒരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ, ഐ മീൻ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഓഫീസ് ടു ഹോം എന്നുള്ള ആ ഒരു കമ്മ്യൂട്ടിന് പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ബൈ ആണ് ഈ ഒരു വാഹനം. അത് ഈ ഒരു വാഹനം കുറച്ച് നാൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജും അതിൻ്റെ ആ ഒരു സെൻസിബിലിറ്റി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് വളരെ ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. വളരെ പ്രാക്ടിക്കലാണ്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.